ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു ഇഗ്നോ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്ന് വെച്ചാൽ അത് ഫുൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിൽ വേണ്ടത്, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് ശരിക്കും MA സൈക്കോളജീൻ്റെ ഡീറ്റെയിൽസാണ്. പക്ഷേ സെയിം തന്നെയാണ്, പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ് ബാക്കി കോഴ്സസിനും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കി നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡാറ്റയൊക്കെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ഫസ്റ്റ് ആൾക്കാർക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് എന്ത് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. വരയുള്ളത് വേണോ, വരയില്ലാത്തത് വേണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് വരയുള്ളതോ വരയില്ലാത്തതോ റൂൾഡോ അൺറൂൾഡോ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സാധാരണ A4 ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റൂൾഡ് ആയത് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് റൂൾഡാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അസൈൻമെൻറ്റിന് നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം എഴുതി പ്രാക്ടീസ് ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അൺറൂൾഡിൽ എഴുതി കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മാർജിനും ഉണ്ട്. കാരണം ഇതിൽ മാർജിൻ മാൻഡേറ്ററി ആണ്. 4 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിൽ വേണമെന്നൊക്കെ മാൻഡേറ്ററി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മാർജിൻ വരയ്ക്കേണ്ട. പിന്നെ റൂൾഡാണ്, നമ്മൾ വളഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. ഇനിയിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇത്തിരി മോശമാണെങ്കിൽ പോലും നമുക്ക് ലെജിബിളായിട്ട് കാണും, വൃത്തിയായിട്ട് കാണും, നീറ്റായിട്ട് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം പേജ് കുറച്ച് തിക്നെസ് അത്യാവശ്യം വേണം കേട്ടോ. തീരെ ലൈറ്റ് ആയത് പോരാ, കാരണം നമുക്ക് കീറി പോകാനും ഒക്കെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും കുറച്ച് തിക്കായിട്ടുള്ള പേജിൻ്റെ A4 ഷീറ്റിനെ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇവിടെ എഴുതി കണ്ടില്ല, ഞാൻ ആക്ച്വലി നല്ല സ്കോർ ചെയ്ത ഒരു അസൈൻമെൻ്റ് ആട്ടോ ഇത്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ്, ഒറിജിനലല്ല. നമ്മൾ സബ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ്, അപ്പോൾ ഞാൻ ഒറിജിനലിൽ എപ്പോഴും ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കളറിലും ആൻസർ വേറൊരു കളറിലും എഴുതുന്നത്. ക്വസ്റ്റ്യൻ ബ്ലൂവിലും എഴുതും, ആൻസർ ബ്ലാക്കിൽ എഴുതും, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഓരോ ക്വസ്റ്റ്യനും ഒരു പേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പുതിയ പേജിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങും. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തത്. പിന്നെ നീറ്റായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഓരോ ഹെഡിങ്ങുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നീറ്റായിട്ട് അണ്ടർലൈൻ ചെയ്ത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുക, പോയിൻറ്റ്സുകൾ ഹൈലൈറ്റ് ചെയ്യുക, ഹെഡിങ്സുകൾ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് കിട്ടാൻ, സ്കോർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഓരോ സബ് ഹെഡിങ് ഉണ്ടാവും. സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ABC അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ട് പോവാം. അപ്പോൾ അതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു വഴിയാണ് കേട്ടോ. വെറുതെ ഒരു നീണ്ട പാരഗ്രാഫ് എഴുതി വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാർജിനൊക്കെ കുറച്ച് കാണുന്നത് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുകൊണ്ടാണ് കേട്ടോ. ഒറിജിനലിൽ അങ്ങനെയല്ല, ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒറിജിനൽ ഷീറ്റ്, അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ മെയിൻ ആൾക്കാരുടെ ക്വസ്റ്റ്യനാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടതെന്ന് ഇതിൻ്റെ കൂടെ, അസൈൻമെൻറ്റിൻ്റെ കൂടെ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 5-6 ഡോക്യുമെൻറ്റ്സ് ആണ് വെക്കേണ്ടത്. ഒന്ന് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്, പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ആ ഇഗ്നോ എന്ന് എഴുതിയൊരു ബ്ലൂ കളർ കണ്ടില്ലേ, അത് ആ ഷീറ്റ്. പിന്നെ അസസ്മെൻറ്റ് ഷീറ്റ് 2 എണ്ണം വെക്കണം, 1 പോരാ 2 എണ്ണം വെക്കണം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ആൻസർ ഷീറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവസാനം റെഫറൻസ് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 6 ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെക്കേണ്ടത്. അതിൽ ഓർഡർ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വെക്കേണ്ടത് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. അത് ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മളെ ID കാർഡ് ഉണ്ടല്ലോ, ID കാർഡിലെ ഡാറ്റ വെച്ചിട്ട് നമ്മളിതെല്ലാം ഫില്ല് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വേണ്ടത് മറക്കരുത്, ഫസ്റ്റ് അക്നോളജ്മെൻറ്റ്, സെക്കൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ്, തേർഡ് അസസ്മെൻറ്റ് ഷീറ്റ് 2 എണ്ണം, 4th ക്വസ്റ്റ്യൻ പേപ്പർ, 5th ആൻസർ ഷീറ്റ്, നമ്മുടെ 6th അവസാന റെഫറൻസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ അസസ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഞാൻ ഈ ഒരു ഓർഡർ എന്താ വേണ്ടതെന്നുള്ളത് കേട്ടോ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ റെഫറൻസ് കണ്ടോ, നമ്മൾ ഇപ്പം ഏതൊക്കെ ബുക്സാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തത്, ഏതൊക്കെ ജേർണൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ ഈവൻ ഇഗ്നോൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് എഴുതിയിട്ട്, കാരണം അതിൽ ഞാൻ കുറേ റെഫർ ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് അതാണ് വായിച്ച് ഞാൻ എഴുതിയത്. അത് വായിച്ച് അതിന് കണ്ടൻറ്റ് എടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. കണ്ടൻറ്റും ഞാൻ പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കണ്ടൻറ്റും പിന്നെ പുറത്തുനിന്ന് വായിച്ചുള്ള കണ്ടൻറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെജിബിളായിട്ട് എഴുതണം, നല്ല നീറ്റ്നെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന്. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ എത്ര പേപ്പർ എഴുതണം ഓരോന്നെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ 3 സെക്ഷനാണ് വരുന്നത്. ഒന്ന് സെക്ഷൻ A B C,
അല്ലേ? അതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 വേർഡ്സിനാണ്. അപ്പോൾ 1000 വേർഡ്സിന് പറയുമ്പോൾ ഏകദേശം നമ്മളൊരു 5-5.5 പേജ് എഴുതണം, 5.5 സൈഡ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ പറയും പോയിൻറ്റ്സ് മാത്രമാണ് നോക്കുന്നത്, മറ്റേ പേജ് നമ്പറൊന്നും നോക്കുന്നില്ല. നമ്പർ നോക്കുന്നില്ല, പക്ഷേ 1000 വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പം നമ്മൾ ഏകദേശം പിന്നെ കണ്ടൻറ് ഒന്നും മിസ്സാവാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 5-5.5 പേജ് വരും എന്താണെങ്കിലും. അപ്പോൾ ഇത്രയാണ് ഞാൻ എഴുതിയത്. 1000 വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 5-5.5 പേജ്, 5.5 സൈഡ്. ഓക്കെ, പേജ്. അപ്പം പിന്നെ വരുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി ആവുന്ന സമയത്ത് നമ്മൾ എത്ര എഴുതണമെന്ന് വെച്ചാൽ ഒരു 2.5-3 പേജ്. ഇപ്പോൾ ഇത് സെക്ഷൻ ബി ആട്ടോ. 1, 2, 3. ഇപ്പോൾ ഞാൻ ഇത് 2.5 എഴുതിയത്. പക്ഷേ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചും കൂടി ലെങ്തി ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ലെങ്തി ആയപ്പോൾ എന്ത് ചെയ്തു, എനിക്കൊരു 3.5 പേജ് വന്നു, 3.5-4 പേജിൻ്റെ അടുത്ത് വന്നു. പക്ഷേ കാരണം പോയിൻറ്റ്സ് മിസ്സാവാൻ പാടില്ലല്ലോ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിപ്പോയി. അതുകൊണ്ട് ഞാനൊരു 3.5-4 പേജ് എഴുതിയിട്ടുണ്ട്. അത്രയും ആവശ്യമില്ല, പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താ പറയുക, സെക്ഷൻ സി ആണ്. സെക്ഷൻ സി കണ്ടില്ലേ, ഓരോരോ പേജ്. ഇപ്പോൾ ഹെബ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇത് ലോ എന്താ ഒറ്റ പേജായിട്ടാണ് എഴുതിയത് കേട്ടോ. വെച്ചാൽ 1 സൈഡ് മാത്രം സെക്ഷൻ സി. അപ്പോൾ അത് നമുക്കൊരു അത്രയും 50 വേർഡ്സാണ് നമുക്ക് വേണ്ടത്. സെക്ഷൻ ബി നമ്മൾ 400 വേർഡ്സാണ് വേണ്ടത്, സെക്ഷൻ സി 50 വേർഡ്സ്. അപ്പോൾ ശരിക്കും കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഞാനൊരു 1 പേജ് ഒരു 1 സൈഡ് ഫുള്ളായിട്ടാണ് എല്ലാം എഴുതിയത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഏകദേശം എഴുതേണ്ടത്. ഇപ്പോൾ ഇതന്നെ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്, നല്ല മാർക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ എഴുതിയാൽ കേട്ടോ. അപ്പം ഏകദേശം ഇതാണൊരു പേജ് കൗണ്ടിൻ്റെയൊക്കെ കണക്ക് കേട്ടോ. അപ്പം നമ്മൾ പേജ് നമ്പർ ഇടാൻ മറക്കരുത്, മിസ്സാക്കരുത്. എല്ലാം പേജ് നമ്പർ മാൻഡേറ്ററി ആയിട്ടിടണം. അതിപ്പം വരയില്ലാത്ത A4 ഷീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ പേജ് നമ്പർ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ബുക്കാണെങ്കിൽ അതിൽ ഓൾറെഡി ആ കോളം ഉണ്ടാവും പേജ് നമ്പറിനുള്ള, അപ്പോൾ അതിൽ എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതിക്കും ഒരു പേജിൽ തന്നെ കുറേ കറക്ഷൻസ് വന്നു. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ പേജ് അങ്ങോട്ട് മാറ്റും. എന്നിട്ട് ഞാൻ പുതിയ പേജ് എടുത്ത് ഫ്രഷ് പേജ് എടുത്തിട്ട് എഴുതി തുടങ്ങും. കാരണം കുറേ വെട്ടും കുത്തും ഒക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ നീറ്റ്നെസ്സിനെ എഫക്റ്റ് ചെയ്യാൻ നല്ലോണം ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പേജ് നമ്പറൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ആ ഒരു ഓർഡർ, അക്നോളജ്മെൻറ്റ് ഷീറ്റ്, പേഴ്സണൽ ഡീറ്റെയിൽസിലൊക്കെ ഡാറ്റ കൃത്യമായിട്ട് നമ്മൾ ID കാർഡ് നോക്കിയിട്ട് എൻ്റർ ചെയ്യണം. പിന്നെ അസസ്മെൻറ്റ് ഷീറ്റ് 2 എണ്ണം, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്യണം. പിന്നെ ആൻസർ ഷീറ്റ്, പിന്നെ നമ്മുടെ റെഫറൻസ് പേജ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാനിങ്ങനെ നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ, ബ്ലൂ കളർ, അതൊന്നും മാൻഡേറ്ററി അല്ല, നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ എനിക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് മാർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റാണ്. കണ്ടൻറ്റ് വൃത്തിയായിട്ട് തന്നെ എഴുതാൻ നല്ലോണം റെഫർ ചെയ്ത് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങനെയെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് എങ്ങനെയാണിത് നമ്മൾ ബൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം പലർക്കും ഡൗട്ട് ഉണ്ട്, സ്പൈറൽ ബൈൻഡ് ചെയ്യണോ? ഒന്നും വേണ്ട. നമ്മൾ ഈ ട്വൈൻ ഇല്ലേ, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 ഹോൾ ഇടുക, മിഡിലിൽ 2 ഹോൾ ഇടുക, എന്നിട്ട് ട്വൈൻ കിട്ടും. നമുക്ക് വാങ്ങാൻ നല്ല കട്ടിയുള്ള നൂല് കിട്ടും. റെഡും ബ്ലൂ ഒക്കെ നല്ല കട്ടിയുള്ള നൂല് കിട്ടും. അതുകൊണ്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. അത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർ ചെയ്തു തരും, നല്ല വൃത്തിയിൽ അവർ കെട്ടിത്തരും, അഴിഞ്ഞു പോകാത്ത രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ കെട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഫസ്റ്റ് പേജ് അക്നോളജ്മെൻറ്റ് സ്ലിപ്പാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അതോറിറ്റി അവർ എന്ത് ചെയ്തു, അത് കീറിയിട്ട് അപ്പോൾ ഈ ഓഫീസ് യൂസിൻ്റെ സൈഡിൽ അവർ സൈൻ ഇട്ട് തരും. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് സബ്മിറ്റ് ചെയ്തു അതെല്ലാം ഇട്ടിട്ട് നമ്മളുടെ അടുത്ത് കളക്ട് ചെയ്യുന്ന ആൾ നമുക്ക് അവിടെ സൈനും ചെയ്തിട്ടാണ് നമുക്ക് തരിക. ഇത് മേക്ക് ഷുവർ നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ് സൂക്ഷിച്ച് വെക്കണം നമ്മളെ റിസൾട്ട് വരുന്നവരെ കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും 90-ന് മേലെ 95 മാർക്ക് എല്ലാവർക്കും. അപ്പം വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഞാൻ MA സൈക്കോളജിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. Thank you.